ഇങ്ങനെ കൈ കണ്ടോ, എൻ്റെ സൈസ് നോക്ക്, കണ്ടോ, ഈസി സൂപ്പറായിട്ട് പിടിക്കാം. കൈ കൊണ്ട് പിടിക്കാൻ പറ്റുമോ? ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാണ്ടല്ലോ, ഇതാ ഇത് നോക്കട്ടോ, നമ്മുടെ ഒരു മുഷിക്കുളമാണ്. മുഷിക്കുളം എന്ന് വെച്ചാൽ ഇതിപ്പം കുറേ നാളായിട്ട് കേട്ടോ, അത് മുഷിക്കപ്പോൾ ഒരു കൊല്ലമായിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ തീറ്റ കൊടുത്തു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേ എണ്ണത്തിനൊക്കെ പിടിച്ചു. ഇപ്പം നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ പിടിക്കാൻ പോകണം കേട്ടോ. ഇതിൻ്റെ അതിപ്പോൾ 7 എണ്ണേ ഉള്ളൂ, 10-30 കിട്ടാണ്. ഇപ്പോൾ 7 എണ്ണേ ഉള്ളൂ. കുറച്ചൊക്കെ ആരൊക്കെ ഇവിടെ വന്ന് ഇവിടെ ഈ ഡാമിൽ കണ്ടില്ല, ഡാമിൽ മീൻ പിടിക്കാൻ വന്നവർ രാത്രി വന്നിട്ട് പിടിച്ചിട്ട് പോയി. നമ്മളിപ്പോൾ ഡാമിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതാ അങ്ങ് തിട്ടിൻ്റെയൊക്കെ അവിടെ നിന്നതാണ്. ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഇവിടെ മഴ പെയ്തുകൊണ്ട് ഇപ്പോൾ വലിയ കാര്യമായിട്ട് ഇറങ്ങുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ സിലോപ്പിയാണ് കേട്ടോ. ഇതിനിപ്പോൾ എത്രയാ, ഒരു 5 മാസമായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിന് കുറച്ച് തീറ്റ കൊടുത്ത് നോക്കാം കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേക്കും എന്താ ഇമാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കണ്ടോ. 5 മാസമായതേ ഉള്ളൂ. നമ്മളിനിയിപ്പോൾ ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും ഇതിനെയൊക്കെ പിടിക്കും കേട്ടോ. 1 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും പിടിക്കുന്നുണ്ട്. ഇതിനിപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനെ കൊടുക്കാറായെന്നൊക്കെ. ഇതിൻ്റെ അകത്തൊരു ഏകദേശം ഒരു 70 ഉണ്ട് കേട്ടോ. ഇതിനിപ്പോൾ സ്ഥലമില്ല, എന്നാലും നമ്മൾ എയറൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇതിൻ്റെ ഈ മോൾ ഭാഗമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളം ഫുള്ള് ക്ലീൻ ചെയ്യാൻ പോകണം. ഇതിനകത്ത് മീനുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നമ്മൾ തീറ്റിടുമ്പോഴത്തേക്കും ഇവന്മാർ വരും കേട്ടോ. കുറച്ച് തീറ്റിട്ട് കൊടുത്ത് നോക്കാം. ഇതായപ്പോഴത്തേക്കും കണ്ട വെള്ളം നമ്മൾ ഇപ്പോൾ തന്നെ വന്ന് അടിച്ച് പൊളിക്കും കേട്ടോ. കണ്ട വെള്ളം കേടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മീനിൻ്റെ വേസ്റ്റൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും മത്തി വെട്ടിയതിൻ്റെ വേസ്റ്റും, പിന്നെ നമ്മളിവിടെ ഈ വലയിടുമ്പോൾ മീനൊക്കെ കിട്ടൂല, അപ്പോൾ അതിൻ്റെ തലയൊക്കെ കൊടുക്കും, ചെറിയ പൊടിമീൻ്റെയൊക്കെ. അന്നേരം വെള്ളം പെട്ടെന്ന് കേടാകും കേട്ടോ. ഇപ്പം നമ്മളെന്തായാലും ഈ മുഷീനെ പിടിക്കാൻ പോവാണ്. 7 എണ്ണമുണ്ട്. എന്നാലും ചിലപ്പോൾ 1-2 എണ്ണത്തിനെ പിടിച്ച് വറക്കാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ കേട്ടോ, എങ്ങനെയാണെന്ന് നോക്കട്ടെ. വലുതായെങ്കിൽ മാത്രമേ പിടിക്കുകയുള്ളൂ. കഴിച്ചപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഇതൊക്കെ ഫുള്ള് മാറ്റാട്ടോ. മുകളിലൊക്കെ ഇഷ്ടംപോലെ കുറേ വലയും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റാട്ടോ. ഒരുപാട് വലയൊക്കെ ഉണ്ട്. ഇത് ക്ലീൻ ആക്കി നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളായി. നമ്മൾ നല്ലപോലെ കെട്ടിയൊക്കെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കുമാരലിങ്ങനെ ചാടിപ്പോവും. നമുക്ക് തൊട്ട് താഴെ ഡാമാണല്ലോ, അതുകൊണ്ട് ചാടിപ്പോയാൽ പിന്നെ കിട്ടില്ല കേട്ടോ. ചാടിപ്പോയാൽ പിന്നെ ഡാമിലെ വെള്ളത്തിൽ ചാടി കയറി അങ്ങ് പോകും. അതൊക്കെ എന്തായാലും മൊത്തം അഴിച്ചിട്ട് എല്ലാം ഇതാക്കിയിട്ട് കാണിക്കാട്ടോ. എന്നാലും മീനെ ശരിക്കും പിടിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് എല്ലാം ഉണ്ട് അതിന് മുകളിലൊക്കെ. ഇത് മാറ്റണം. നമ്മൾ അതുപോലെ സുരക്ഷിതമായിട്ട് കെട്ടിയൊക്കെയാണ് വെച്ചിട്ടുണ്ട്. കണ്ടോ, അവിടെയൊക്കെ കമ്പികളും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കമ്പിയുണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ വേസ്റ്റും ഇലകളൊക്കെ ഉണ്ട്. ഈ കമ്പി അടിക്കാനുണ്ടോ, നമുക്ക് ഇത് കഴിക്കാട്ടോ. ഈ വള്ളിയെ കഴിച്ചിട്ട് നോക്കാം. കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോഴത്തേക്ക് ഇത്രയും കുറച്ച് വെള്ളം അധികമായി. ശരിക്കും അത്രയും വെള്ളം കുഴപ്പമില്ല കേട്ടോ. ഇപ്പം അങ്ങനെ ചാടുന്നൊന്നുമില്ല. വലിയൊക്കെ തന്നെ കിടക്കുന്നത് ഉണ്ടല്ലേ, 10 താഴെ ഇത്ര വെള്ളം കിടക്കാണ്. കുമാരി ചാടി ഇവിടെ പുറത്തു വന്നാൽ ഇവിടെ ഒരു 10 രൂപ വെള്ളമായി. ആ വെള്ളത്തിലൊക്കെ പോയാൽ പിന്നെ കുമാരുടെ പിന്നെ കിട്ടുക വേണ്ട, പിന്നെ 10-12 കിലോ ഒക്കെ ആവും. കുമാരി നമ്മളതുകൊണ്ട് ഭയങ്കര സുരക്ഷിതമായിട്ടോ അങ്ങനെ ചെയ്യുന്നത്. വെള്ളം പോയി ഇത്ര ചാടിയും പോയിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് പിന്നെ വെള്ളം പറ്റിച്ച കേട്ടോ. വെള്ളം ഞാൻ തുറന്നു വിടാം. ഗൈസ്, ഇപ്പം നമ്മൾ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഇതാണ് വെള്ളം പോകുന്നത്. നമുക്ക് നല്ല ചെളിന്ന് വെച്ചാൽ അമ്മാതിരി കട്ട ചെളിയാണ് കേട്ടോ വെള്ളം. മീൻ നല്ല ഇഴുക്കലായിട്ടുണ്ടാവും. അതാ നമ്മുടെ ഇവിടേക്കാണ് കേട്ടോ പോകുന്നത്, ഡാമിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. ഡാമിലുണ്ട് ഇതൊക്കെ നല്ലപോലെ, അത്യാവശ്യം നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് തിട്ടൊക്കെ നോക്ക്. ഇവിടേക്ക് ഇപ്പം വല കിട്ടിയാൽ പൊടിമീനൊക്കെ കിട്ടും, പക്ഷെ വെള്ളത്തിന് ഭയങ്കര ഒരു ഇഴുക്കലൊക്കെ പോലെയാണ് കേട്ടോ. നമ്മുടെ കാലിനൊക്കെ ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ഇവിടെ വെള്ളം എന്താ ഇവിടെ വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വരെ വെള്ളം നിൽക്കുമായിരുന്നു. ഇതാ ഉണ്ടല്ലേ, ഇത്രയും വെള്ളം വന്ന് നിൽക്കുമായിരുന്നു. എൻ്റെ കാലിരിക്കുന്നുണ്ട്, ഇത്രയും വെള്ളം വന്ന് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാണ് ഇതാ ഇത്രയും ആയത് കേട്ടോ. ഈ കല്ലിൻ്റെ തിട്ടൊക്കെ കണ്ടില്ലേ, ഇത്രയും വെള്ളമായിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം മഴ പെയ്തുകൊണ്ട്, കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇവിടെ നല്ല മഴ പെയ്തു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം അങ്ങനെ അത്യാവശ്യം കാര്യമായിട്ട് ഇറങ്ങുന്നില്ല. ഈ കല്ലിൻ്റെ തിട്ടൊക്കെ പെട്ടെന്ന് ഇറങ്ങിയതായിരുന്നു കേട്ടോ. മണ്ണിൻ്റെ മുകളിലൊക്കെ അത്യാവശ്യം നല്ലപോലെ വെള്ളം കയറുമായിരുന്നു. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കുളത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോവാട്ടോ. വെള്ളം ഞാൻ തുറന്നു വിട്ടിട്ടുണ്ട്. ഈ പൈപ്പൊക്കെ നമ്മുടെ വലിയ കുളത്തിൻ്റെ പൈപ്പാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ കുറച്ച് കുഞ്ഞു സിലോപ്പി ഉണ്ട്, അതതിൻ്റെ അത് കിടപ്പുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ എയർ പൈപ്പ്. ഇതിലിങ്ങനെ 2 പൈപ്പുകൾ ഒന്നിച്ചിട്ടേക്കാണ്. ഇത് ഒരു EM പോലത്തെ സംഭവം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും താന്ന് കിടക്കുള്ളൂ, അല്ലെങ്കിൽ എയർ വരുമ്പോഴത്തേക്ക് ഇത് പൊങ്ങിപ്പോകും കേട്ടോ. ഇതോ നമ്മളെ ഇതിൻ്റെ അകത്തെ വെള്ളം പെട്ടെന്ന് പറ്റുന്നുണ്ട്. മീനൊക്കെ അപ്പോഴത്തേക്കും കുറച്ച് ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് കാണാൻ പറ്റും കേട്ടോ. വെള്ളം നല്ല ശക്തിയിലാണ് പോകുന്നത്. വലിയ കാര്യമായിട്ടൊന്നും വെള്ളമില്ല കേട്ടോ. ഇതിന് വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ. ഒരു ഗൈസ്, ഇത്രയും ചെറിയതിൻ്റെ അകത്താണ് കേട്ടോ. ഞാൻ 30 മുഷി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത്. ഇത്രയും ചെറുതാണ്, പക്ഷെ ഇതിനൊന്നുമില്ല, അധികം വലിയ ഇതൊന്നും വേണ്ട, കുറച്ച് സ്ഥലം മതി. ഇതങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ തീറ്റ കൊടുക്കണം. തീറ്റ കൊടുത്തില്ലെങ്കിൽ ഇവന്മാർ പരസ്പരം തമ്മിൽ കടിക്കും. പിന്നെ
വലിയ കുഴപ്പമൊന്നുമില്ല. ഇവന്മാർ നമ്മളിപ്പം പെട്ടെന്ന് ചാവില്ല കേട്ടോ. പെട്ടെന്ന് ചാകാത്തൊരു മീനാണ് ഈ മുഷി എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രം വളർത്തുന്നതാണ്. കണ്ടത് അവിടെ കണ്ടോ ഒരു തലപ്പൊക്കി കണ്ടോ? വെള്ളം പോകുന്നുണ്ട് കേട്ടോ. നമുക്കിത് എന്തായാലും നല്ലപോലെ വെള്ളം കളഞ്ഞിട്ട് ഇവന്മാരെ ഇതാക്കണം. ഗൈസ് ഞാൻ ജസ്റ്റ് അതാ വെള്ളം പോകുന്നുണ്ട് കേട്ടോ, നല്ലോണം പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ജസ്റ്റ് ഗൈസ് സൗണ്ട് കാരണം ഒന്നും കേൾക്കാൻ മേല കേട്ടോ. ഞാനാണെങ്കിൽ വീട്ടിൽ നമ്മൾ വലയുണ്ട് കേട്ടോ. വല എടുത്തുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കോരി നോക്കാം മീനൊക്കെ എത്ര വലിപ്പമായെന്നൊക്കെ അറിയില്ല. അതാ നമുക്ക് പോകുന്നുണ്ട് കേട്ടോ, നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അതാ അവിടെ മറിഞ്ഞ കണ്ടോ, നല്ല വലിപ്പം വെച്ചിട്ട് കേട്ടോ. ഇത്രയും മീനൊക്കെ അതിൻ്റെ തിണ്ട് കേട്ടോ. നമുക്ക് കണ്ട മീൻ പൊളയുന്ന പൊളക്കൽ കണ്ട. അതാ നോക്ക്, വെള്ളം എന്തായാലും അതാ അവിടെ എടുത്തും പൊങ്ങി. കൈസ് ഇമ്മർക്കൊരു ചുമല കളർ അതാ കൈസ് വെള്ളത്തിൻ്റെ ആണെന്ന് തോന്നിട്ടോ. ഇമ്മർക്കൊരു ചുമല കളർ പോലെയൊക്കെ വന്നിട്ടുണ്ട്. അതാ വെള്ളം പറ്റിയപ്പോഴത്തേക്കും കിടന്ന് കാണിക്കുന്ന കാട്ടാൻ നോക്കി കിടക്കുന്നു നോക്കട്ടോ. അടിപൊളി മീനാണ്. ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിലർ പറയും നല്ല ടേസ്റ്റ് ഒന്നുമില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോഴിക്കുടലില്ലേ, നമ്മൾ കോഴിക്കുടൽ അങ്ങനെ കൊടുത്താൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കോഴിക്കുടലൊന്നും കൊടുക്കാൻ പാടില്ല. നമ്മൾ മീനിൻ്റെ വേസ്റ്റും അതുപോലത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കാവുള്ളൂ. അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതാ നമുക്ക് ഇവന്മാരെയൊക്കെ ഇനി പിടിക്കണം കേട്ടോ. ഇവന്മാരെയൊക്കെ പിടിക്കണം. ഇനിയിപ്പോൾ ഇവന്മാരെ ഇതിൻ്റെ അകത്തിട്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വളരില്ലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കോഴിക്കുടൽ കൊടുക്കണം, എന്നാലേ വളരുകയുള്ളൂ. ഇപ്പോൾ വെള്ളം അത്യാവശ്യം പറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വെള്ളം ഫുള്ളായിട്ട് വറ്റിക്കണ്ട. വെള്ളം ഫുള്ളായിട്ട് വറ്റിച്ചാൽ പിന്നെ പണിയാവുമായിരിക്കും. ചിലപ്പോൾ പിടിക്കുമ്പോൾ ഇവന്മാരെ പിടിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇവന്മാരെ കൈ വെച്ച് പിടിക്കണോ വല വെച്ച് പിടിക്കണോ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കൈ വെച്ച് പിടിച്ച് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ, കൈ വെച്ച് പിടിച്ചാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൈസ് വെള്ളം നല്ലപോലെ പറ്റിയിട്ടാ, വെള്ളം പടയേന്ന് പോയിട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഓസ് പൊക്കി വെച്ചാലോ, അതായിരിക്കും നല്ലത്. ഓസ് തന്നെ പൊങ്ങിട്ടോ. പക്ഷേ ഉമ്മാർ ഞാൻ പറഞ്ഞ ഓസ് പൊക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉമ്മാർ തന്നെ ഓസ് പൊക്കി. ഇനിയിപ്പോൾ വെള്ളം പോയില്ല കേട്ടോ, വെള്ളം നിന്ന് കേട്ടോ. ഇതിൻ്റെ അകത്ത് അതാ അയ്യേ കേസ് ഇതാണ് കേട്ടോ ഉമ്മാരുടെ പരിപാടി. നമ്മളിനിയിപ്പോൾ ഈ വെള്ളം കളഞ്ഞില്ലെങ്കിൽ ഇത് പിടിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ മൊത്തം അടിച്ച് നരപ്പിക്കും. ഇതാ ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ 2, 3, 4, 5, 6, 7 എണ്ണം ഉണ്ട് കേട്ടോ. മൊത്തം 7 എണ്ണം ഉണ്ട്. ഇതിപ്പം വലിയ കാര്യമായിട്ടുള്ള നമുക്ക് കണ്ട ഇത്രയൊക്കെ വളർന്നിട്ടുള്ളൂ. വലിയ കാര്യമായിട്ടുള്ള വളർച്ചയൊന്നുമില്ല. നമ്മൾ കോഴിക്കുടലും അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ, അതായിരിക്കും ചിലപ്പോൾ വളരാത്തത്. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ വലയൊന്നും എടുത്തുന്നില്ല. ഇതിൻ്റെ മോള് വശത്തൊക്കെ നല്ല പോലെ ഇഴുക്കലാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ശരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വലയിട്ട് കഴിയുമ്പോൾ ഇപ്പോഴാണ് ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ലേ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് വലയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കയറുമ്പോഴത്തേക്കും കാല് ഫുള്ളൊരു ഇഴുക്കൽ പോലെയും ചാണകക്കുഴിയിൽ ഇറങ്ങിയ പോലെ ഉണ്ടാവും. ഉമ്മരി ഇതിനകത്ത് വന്ന് അടിച്ച് പൊളിക്കുകയാണ്. വെള്ളം കുറവായില്ല, അപ്പോഴത്തേക്കും കിടന്ന് അടിച്ച് പൊളിക്കുകയാണ്. എന്തായാലും നമുക്ക് ഉമ്മാരെ പിടിക്കാം കേട്ടോ. അതാണ് നമ്മൾ പിന്നെ ഇവിടെ കുറച്ച് ഇവിടെ ഇത്രയൊക്കെ വെള്ളം കണ്ടോ, ഇവിടെ ഇങ്ങനെ വെള്ളം കിടക്കുന്നത്. നമ്മൾ അവിടെയൊക്കെ വലയിടാറുള്ളൂ. മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതാ മോള് വശത്ത് ഇപ്പോഴും പരലൊക്കെ ഇങ്ങനെ കളിക്കുന്നത് കാണാം കേട്ടോ. ക്യാമറ കിട്ടുമെന്നറിയില്ല. അവിടെ ഒന്നും ഒരുപാട് വെള്ളമൊന്നും ഇല്ല കേട്ടോ. അതാ ഈ തിട്ട് കണ്ടോ, ഈ തിട്ടിൻ്റെ ഇവിടെ ഈ കല്ലിൻ്റെ നേരെ അപ്പുറത്ത് അവിടെ ഒരു കഴുത്തവും വെള്ളം ഉണ്ടാവും. അത്രേ വെള്ളമുള്ളൂ. പിന്നെ ആണെങ്കിൽ ഇനിയിപ്പോൾ ഈ വെള്ളം ഇറങ്ങിപ്പോയി ഫുള്ളായിട്ട് ഇറങ്ങിപ്പോകും കേട്ടോ. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെയൊക്കെ ആൾക്കാർ പശുവിനെ കെട്ടും. ഈ വെള്ളം എന്താ ഇങ്ങനെ കാണുന്നില്ലേ, ആ ഗ്യാപ്പിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വെള്ളം ഫുള്ള് ഇറങ്ങിപ്പോവും. എൻ്റെ പഴയ വീഡിയോ കണ്ടാലറിയാം. നമ്മൾ അങ്ങ് അറ്റത്തൊക്കെ അവിടെ പോയി വെള്ളം ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് കുഴിയിൽ നിന്ന് ബ്രാലിനെയൊക്കെ പിടിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ചിലപ്പോൾ ഉണ്ടാകുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ ഈ ഇവിടെയൊക്കെ ഇങ്ങനെ പൊടി വിലയിട്ടപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് കിട്ടിയായിരുന്നു കേട്ടോ വറക്കാനുള്ളതൊക്കെ. അറ്റത്താണ് പൊടി ഒരുപാട് നിൽക്കുന്നത്. പക്ഷെ അവിടെ നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. പോകാൻ പറ്റും, വലയിടാനും പറ്റും. പക്ഷെ മൊത്തം ചെളിയും, പിന്നെ നമ്മൾ സൈഡിൽ പോയി വലയിടുമ്പോഴത്തേക്കും പാമ്പൊക്കെ ഒന്ന് കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആമ വന്നിട്ട് മീൻ തിന്നും, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ എന്തോ ഭാഗ്യത്തിന് നീർനായ വരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നല്ല നീർനായുടെ ശല്യമാണ്. നമ്മൾ വലയിട്ടിട്ട് പോയി കഴിഞ്ഞും 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കൂമാരി വന്നിട്ട് വലയും കീറി മീനും എല്ലാം എടുത്തിട്ട് പോകും കേട്ടോ. നമ്മുടെ വലയും പോവും, മീനും പോവും, മൊത്തം ഇതാണ്. ഇവന്മാരെന്താന്ന് വെച്ചാൽ ഈ മുള്ളനില്ലേ, മുള്ളനും തൊടില്ല, കാരി, കൂരി, അതുകൊണ്ട് മീനൊന്നും ഇവന്മാരൊന്നും ചെയ്യില്ല കേട്ടോ. അതൊക്കെ വലയിലുണ്ടാവും. ഞാൻ ഒരു ദിവസം രാത്രി വലയിട്ടിട്ട് പിറ്റേ ദിവസം വലയെടുത്തപ്പോഴത്തേക്ക് 1 കിലോ അടുത്തൊരു കാര്യമല്ല കൂരി ഉണ്ടായിരുന്നു. മുള്ള് ഉള്ള സ്ഥലമില്ലേ,
ഇങ്ങനെ സൈഡിൽ ആ മീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇവന്മാർ ആ മീൻ തിന്നില്ല, ബാക്കിയുള്ള പരളും അതുപോലത്തെ പട്ട മീനെല്ലാം അവന്മാർ തിന്നു. ഐസ് എന്തായാലും നമുക്കിതാ ഇവന്മാരെ പിടിക്കാം കേട്ടോ. ഞാൻ പോയി വലയെടുത്തിട്ട് വന്നിട്ട് പിടിക്കട്ടെ എന്നാ, അതോ വലയെടുത്തുകൊണ്ട് വന്നിട്ട് പിടിക്കാം, അതായിരിക്കും നല്ലത്. കൈ കൊണ്ട് പിടിക്കാൻ പറ്റുമോ? പക്ഷേ ഇവന്മാർ നല്ലപോലെ കടന്ന് പടക്കുകയാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഇവന്മാരൊക്കെ ഈസി സൂപ്പറായിട്ട് പിടിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കൈ മതി. ഇവന്മാരാദ്യം ഇവന്മാരെ പെടപ്പീരൊന്നും നിർത്തട്ടെ. ഇതാണ് ഗൈസ്. നമുക്ക് ഫുള്ള് വെള്ളം വറ്റിക്കായിരുന്നു കേട്ടോ, അതായിരുന്നു നല്ലത്. അടിച്ച് ഒരു രക്ഷയില്ല കേട്ടോ, അമ്മാതിരി അടിയാണ്. അതായത് കണ്ട ജസ്റ്റ് കൈയും എടുക്കുക, ഇവിടെ ഇടുക, കണ്ട. അറിയാവുന്നവർക്ക് എളുപ്പമാണ് കേട്ടോ പിടിക്കാൻ, നമുക്ക് അങ്ങനെ പരിചയമില്ലല്ലോ, അതുകൊണ്ടാണ്. അറിയാവുന്നവരൊക്കെ പെട്ടെന്ന് പിടിക്കും. അത് കണ്ട ഇങ്ങനെ കൈയിട്ട് ഒറ്റപ്പെടുത്തം, കണ്ട എന്നെ പോലെ, കണ്ട ഇങ്ങനെ കൈ നമ്മൾ പിടിച്ചു കേട്ടോ, പിടിച്ചു. പക്ഷെ വയസ്സിൻ്റെ അകത്ത് ഇടാൻ പറ്റിയില്ല. അമ്മമാർക്ക് ഭയങ്കര ആരോഗ്യമാണ് കേട്ടോ, നല്ല ആരോഗ്യമാണ് ഗൈസ്. എൻ്റെ കൈ എടുത്ത് അടിച്ചു കേട്ടോ. ഇവന്മാരെ പിടിക്കാൻ ഭയങ്കര പണിയാണല്ലോ, നോക്ക് ഭയങ്കര പണിയാണ് കേട്ടോ. നമുക്ക് കയ്യിൽ വല ഉണ്ടായിരുന്ന വല വെച്ച് എളുപ്പം പിടിക്കായിരുന്നു. ഇപ്പൊ നമ്മൾ കൈ കൊണ്ട് പിടിക്കാൻ ഇനിയിപ്പോൾ ഇവന്മാരെ എന്തെങ്കിലും വെച്ച് കോരി പിടിക്കണം തോന്നുന്നു. നമ്മുടെ ഒരു വല അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വല ഉണ്ട്, അതിപ്പോൾ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ നോക്കിയിട്ട് അത് വെച്ച് പിടിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കൈ കൊണ്ട് ഈ ഇവന്മാരൊക്കെ പിടിക്കാൻ പറ്റും കേട്ടോ. ഈ ചെറുതിനെയൊക്കെ പിടിക്കാം. ഇത് ശരിക്കും ഇവന്മാരുടെ തലയിൽ ഇങ്ങനെ പിടിച്ചാൽ കിട്ടും. കണ്ടോ, കണ്ട 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 ഈസി ആയിട്ട് പിടിച്ചാൽ കണ്ട ഇത്ര സംഭവം ഉള്ളൂ. കണ്ട ഇപ്പം എടുത്തെടുത്ത് ഈ ബൈസിൻ്റെ അതൊക്കെ ഒറ്റയെടുത്ത് കണ്ട, ഇത്രയുള്ള പരിപാടി. ഈസി ആയിട്ട് പിടിക്കാം, വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് അടുത്ത് തന്നെ കൂടെ പിടിക്കാം. പക്ഷെ ഇവന്മാർ കുറച്ച് പടച്ച് കഴിയുമ്പോൾ പിന്നെ ഇവന്മാർ അനങ്ങില്ല കേട്ടോ, ഇവന്മാർക്ക് മടുക്കും. അപ്പോഴത്തേക്കും മടുത്തില്ല കേട്ടോ, കുറച്ച് പടച്ച് കഴിയുമ്പോൾ ഇവന്മാർ മടുക്കും. അപ്പോഴത്തേക്കും പിന്നെ വായിലെങ്ങാനും കൈ കൊണ്ടുപോയിട്ടാ വായിൽ ഇവന്മാരുടെ പല്ലൊന്നും അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു, തരം പോലെ എന്തുകൊണ്ടാണ്. നമുക്ക് എന്തായാലും ഇവന്മാരെ പിടിക്കാം. കണ്ട ഈസി ആയിട്ട് പിടിച്ചാ, കണ്ട നല്ല സൈസ് സാധനമാണ്. അത്ര വലിയ സൈസൊന്നും അല്ല, നല്ല അത്യാവശ്യം സൈസാണ്. നമുക്ക് ഇവനെ എന്താ ഇവിടെ വെക്കാം. ഇവന്മാര് നമ്മൾ ആദ്യം പിടിച്ചതിനേക്കാളും മുഴുത്താണ് കേട്ടോ. ഇത് നമ്മൾ 2 എണ്ണത്തിനും പിടിച്ചു, ഇനി ഒരെണ്ണോടെ എങ്ങാണ്ട് മുഴുത്തുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ചെറുതാണെന്ന് തോന്നുന്നു. എല്ലാം കൂടെ എന്തായാലും ഒരു 3 കിലോ ഉണ്ടാവുമായിരിക്കും. 7 എണ്ണം 3 കിലോ ഉണ്ടാകാനാണ് ചാൻസ്. കണ്ട ഇപ്പൊ പിന്നെ ഇവർക്ക് പ്രശ്നമില്ല. നോക്ക് കണ്ട പടപ്പീര് കഴിഞ്ഞു കേട്ടാ. നമ്മുടെ ആദ്യത്തെ പടപ്പീര് ഉള്ളായിരുന്നു, പിന്നെ അനങ്ങാതെ കിടക്കുകയാണ്. നോക്ക് ചത്ത പോലെ കിടക്കുകയാണ് കേട്ടോ, ഒരനക്കവും ഇല്ല, ചത്തിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ നല്ല ജീവനുണ്ട്. നമുക്ക് അടുത്ത് തന്നെ കൂടെ പിടിക്കാം കേട്ടോ. ഇതാ നീന്തിപ്പോണ പോക്ക് നോക്ക്, അടിപൊളിയായിട്ടാണ് പോകുന്നത്. വെള്ളം തെറിപ്പിക്കല്ലേ, വെള്ളം തെറിപ്പിക്കാതിരുന്നാൽ മതി. ഇതവനെ കൂടെ പിടിക്കാട്ടാ. എന്നാ നോക്ക്, ഐസ് അവനെ പിടിക്ക. ഇതും കുറച്ച് മുഴുത്താണ് കേട്ടോ. ഇവന് അത്യാവശ്യം വലിപ്പമുണ്ട്. അമ്മമാര് ബേസിൻ്റെ അകത്ത് ഇട്ട ചാടിപ്പോവില്ലായിരിക്കും അല്ലേ. ഇപ്പൊ 3 എണ്ണം ഇട്ടപ്പോഴത്തേക്ക് ഉമ്മാര് അതാ നോക്ക് അടിപൊളിയായിട്ട് നല്ല ഉമ്മാര് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നല്ലോ കേട്ടോ. കിടക്കുന്ന ഒരേ ഇതിൽ വന്ന് കിടക്കുന്നു, സൂപ്പറായിട്ടുണ്ട്. ഒരേ ഇതിൽ പോലെ കിടക്കുന്നു, നമുക്ക് അടിക്കടിക്ക് പോലെ കിടക്കുന്നു കേട്ടോ. നമുക്ക് അടുത്തവനെ കൂടെ പിടിക്കാം. ഇമ്മാരുടെ പിന്നെ മുള്ളൊന്നും ഇല്ല കേട്ടോ, അങ്ങ് അതോർത്ത് നമ്മൾ പേടിക്കണ്ട. പിന്നെ ഇതിൻ്റെ സൈഡിലെ ഒരു കഴുത്തിലൊരു മുള്ളുണ്ടെന്ന് തോന്നുന്നു. പിടിക്കുമ്പോൾ നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് പിടിക്കണം. മുള്ളെങ്ങാനും കൊണ്ട് കൈ മുറിഞ്ഞാൽ പിന്നെ അതൊരു പണിയാവും. ഉണ്ടാ ഇമ്മാര് ഇവിടെ എടുത്ത് കിടക്കും. ശരിക്കും പേടിച്ചോട്ടോ, ഇമ്മാര് പേടിപ്പിച്ചു നമ്മളെ. ഇനിയിപ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം കാണുമ്പോൾ പടയ്ക്കും തോന്നുന്നുട്ടാ, അതുപോലെയാണ് കാണുന്നത്. എന്തായാലും നമുക്ക് പിടിച്ചേക്കാം. വായിലും തെറിച്ചില്ല കേട്ടോ.
വെള്ളം നല്ല ക്ലീൻ വെള്ളമാണ്. മാറ്റമൊന്നുമില്ല. ക്യാമറയുടെ ഗ്ലാസ് കുഴപ്പമില്ല. ഗ്ലാസ്സിൽ വെള്ളം വീണില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി ഗ്ലാസ്സിൽ വെള്ളം വീണോന്ന് വിചാരിച്ചു. ഇമാരെല്ലാം ഈ മൂലയിൽ പോയി കിടക്കുകയാണ്. നമുക്ക് ഈ വല കാരണം ഒരു ചെറിയൊരു തടസ്സമുണ്ട്. ഈ ഇവന്മാരുടെ കറക്റ്റ് തലയിൽ പിടിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ. അല്ലെന്ന് വെച്ചാൽ മേല് മൊത്തം നടില്ല, ഇഴുക്കലാണ്, പിടിക്കാനേ പറ്റില്ല. കണ്ട നോക്കിയിട്, നീ കിടക്കടാ. കണ്ട ഇവന്മാർ തലയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചേക്കാണേ. ഇതെല്ലാം നമുക്ക് പിടിക്കണം. കണ്ട കണ്ട വന്നു. വന്നില്ല കിട്ടിയില്ല. കിട്ടിയില്ല. ഇപ്പൊ ഇവന്മാർ കറക്റ്റ് പരുവത്തിന് ഒന്ന് പിടിക്കാം. ഞാൻ ഇങ്ങനെ വർത്താനം പറയുന്നോണ്ടേ ഇവന്മാരെ പിടിക്കുമ്പോൾ ഇവന്മാർ കറക്റ്റ് വാലിട്ടടിച്ചാൽ വെള്ളം എൻ്റെ വായിൽ തെറിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കണ്ട ഇവന്മാർ വാലിട്ട് അടിക്കുമ്പോഴത്തേക്കും ഞാൻ ബാക്കോട്ട് മാറും. രണ്ടു പേരിപ്പോൾ ഒറ്റപ്പെടുത്തം പിടിക്കണം, മുഖം ചെരിച്ചെന്ന് വെച്ചിട്ട്. പക്ഷെ നടക്കില്ല കേട്ടോ. നമ്മൾ ആദ്യം 3 പിടിച്ച് ഇവന്മാർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. കണ്ടില്ലേ, നല്ല മര്യാദക്ക് പിടിച്ചിട്ട പോലെ അങ്ങനെ കിടക്കുക. കണ്ണ് മാത്രം അനങ്ങുന്നുള്ളൂ. ഇനി ബാക്കി 4 ഉണ്ട് കേട്ടോ. കാലിൽ കമ്പി കൊണ്ടു, ഒന്നും പറ്റിയില്ല, ലേശം തൊലി പോയതുള്ളൂ. നമുക്ക് ചെറുതിനെ പിടിക്കാം. ഇവനാകുമ്പോൾ വലിയ കുഴപ്പമില്ല. കിട്ടിപ്പോയി. കിട്ടിയില്ല. നമുക്ക് വെള്ളം ഫുള്ള് പറ്റിക്കായിരുന്നല്ലേ, അതായിരുന്നു നല്ലത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അമ്മരെ പിടിക്കാൻ നല്ല പണിയാണ് കേട്ടോ. കണ്ടാ കിട്ടി കൈസ്. ഇവനാണ് കേട്ടോ ഏറ്റവും മുഴുത്തത്. കണ്ടോ എൻ്റെ സൈസ് നോക്ക്, കണ്ടോ പടപ്പൻ സാധനമാണ്. ഇവന്മാരെ ഇനി ഇതിനെയും കൂടെ ഇതിൻ്റെ അകത്ത് ഇടുമ്പോഴത്തേക്കും അടിച്ച് പൊളിക്കുമില്ല. പൊളിച്ചില്ല. ഞാൻ വിചാരിച്ചിട്ടോ മറ്റേ എടുത്ത് ചാടുന്നു. 4 ഉണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇവന്മാരെ കുറച്ചൊന്ന് തോന്നും തൂക്കി നോക്കണമെന്നുണ്ട്. പക്ഷെ തൂക്കി നോക്കുന്ന മെഷീൻ അടിച്ച് പൊളിക്കുന്നില്ല ഇവന്മാർ. അത് ചെറിയൊരു മെഷീനാണ്. ഇനിയിപ്പോൾ ഒരെണ്ണം ഉള്ളൂ കേട്ടോ വലുത്. ബാക്കിയൊക്കെ ചെറുതാണ്, വലിയ കാര്യമായിട്ട് മുഴുപ്പൊന്നുമില്ല. ഈ ചെറുത് കേട്ടോ, ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒട്ടും വലിപ്പം വെച്ചിട്ടില്ല, നല്ല ചെറുതാണത്. നേരത്തെ ഗ്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് ഇതായിരുന്നു കേട്ടോ, അതാന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് ക്ലിയർ ഇല്ലായിരുന്നു, ഇപ്പോൾ കുറച്ച് അത്യാവശ്യം ക്ലിയർ ഉണ്ട്. എന്നാലും വെയിലില്ല കേട്ടോ, നല്ല മൂടലാണ്. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അതാന്ന് തോന്നുന്നു കേട്ടോ. നല്ല മൂടല, വെയിലൊന്നും ഒട്ടുമില്ല. അതുകൊണ്ടാണ് കേട്ടോ തെളിച്ചില്ലാത്തത്. ഇവിടെ ഇപ്പോൾ കറക്റ്റ് സമയം ഉച്ചയായി, എന്നിട്ടും ഒട്ടും തെളിച്ചില്ല കേട്ടോ. ഇവിടെ ഇരുട്ടായതുകൊണ്ടായിരിക്കും, ഈ സാധനം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇരുട്ട്. എന്തായാലും നമുക്ക് മരം കൂടെ പിടിച്ചിട്ടേ ഇതൊക്കെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് കഴുകിയിട്ട് ചിലപ്പോൾ ഉമ്മാരെ 2 ചിലപ്പോൾ ഫ്രൈ ആക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വിടും. എന്താണെന്ന് വെച്ചാൽ രാവിലെ കുറച്ച് മീൻ മേടിച്ചേ, അതാണ് പ്രശ്നം. പിന്നെ ഉമ്മാരെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് കുറേ നാളായിട്ടോ, അതാണ്. പിന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. നോക്ക് ഉമ്മാരുടെ വാലിൻ്റെ ഇടയ്ക്കൂടെ എന്തോ ഒരു വര പോലെ, ഞരമ്പല്ലേ. ഞാൻ വിചാരിച്ചു അങ്ങനെ വര കയറില്ലല്ലോ. ഉമ്മാർക്ക് സ്ഥലമില്ല കേട്ടോ. പക്ഷെ അതോർത്ത് പ്രശ്നമില്ല കേട്ടോ. അത് കാണുമ്പോൾ ഉമ്മാർ ഞെങ്ങി മുഴുങ്ങി ശ്വാസം മുട്ടുന്ന പോലെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നുമില്ല. ഇനി 2 ഉള്ളൂ. 2 കൂടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നല്ലപോലെ ഈ വെള്ളം ഒന്ന് അടിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഉമ്മാരെ ഓരോന്നിനെ പയ്യെ പെറുക്കി ഇതിൻ്റെ അകത്തേക്ക് വിടാം. അല്ലെങ്കിൽ ഉമ്മാരെ പിടിക്കാൻ പറ്റുമെങ്കിൽ, അല്ല പിടിച്ചിട്ടല്ല വെട്ടി ഉമ്മാരെ വെട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ. ഇപ്പം ഇന്ന് പിടിച്ചു വെച്ചാൽ ഉമ്മാർ നാളെ ഉച്ചയാകുമ്പോഴേ ചാവുള്ളൂ, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഉമ്മാരെ നമ്മൾ തലക്കടിച്ച് കൊല്ലേണ്ടി വരും. തലക്കടിച്ച് കൊല്ലുന്നൊന്നും കാണിക്കാൻ പറ്റില്ല, അതൊക്കെ ഡേഞ്ചറാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാനും പാടില്ല, ഉമ്മാരൊക്കെ ജീവനുള്ളതല്ലേ. വേണേ കഴിക്കാന്നേ ഉള്ളൂ, കൊല്ലാതെ കഴിക്കാനും പറ്റില്ലല്ലോ. ഈ ഒരെണ്ണത്തിനെയും കൂടെ കിട്ടിയ ഇനിമാരെ ഇതിൻ്റെ അതൊക്കെ എടുത്തിടാൻ വലിയ കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് എടുത്തിടാം.
വാണ ഇവിടെ. ഗൈസ് നോക്ക് കിട്ടുന്നില്ല കേട്ടോ. ഓ മീനാണോ വെച്ചത്? ഗൈസ് മീൻ കിടന്ന് മൂളുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച ആരോ എന്നെ വിളിക്കുന്നതാന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ മീൻ കിടന്ന് മൂളുന്നു. ഗൈസ് നമുക്ക് ഇമ്മാരെ പിടിക്കാം കേട്ടോ. അതാ ഇപ്പൊ ഇത് പറഞ്ഞോളൂ കേട്ടോ. ഓ ഗൈസ് നോക്ക്, ഇവന്മാരുടെ മേത്തെ തൊലിയാണ് കേട്ടോ. തൊലിയല്ല, അതൊരു ഇഴുക്കൽ പോലത്തെ സംഭവമാണ്. അതാണ് എൻ്റെ ഇതിലായത്. ഗൈസ് നമുക്ക് സിമ്പിളായിട്ട് കണ്ടോ, നമുക്ക് ഇതൊരു കട്ടിലാണ് കേട്ടോ. കട്ടില് കണ്ടോ, 4 കാലുണ്ട്. ഇതിന്റെ 2 കാല് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ഈ കട്ടില് ഞാനെടുത്ത് തിരിച്ചു വെച്ചാണ്. ഇത് കണ്ടോ, ഇതിന്റെ ഇവിടെയാണ് വള്ളി കെട്ടിയിട്ട് നമ്മൾ കിടക്കുന്ന സ്ഥലം. കട്ടില് നേരെ വെച്ചാൽ അപ്പം ഞാനിത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും 4 വശത്ത് 4 മൂല ഒന്നും. പിന്നെ ഇത് കണ്ടോ, ഇതുകൊത്ത് കമ്പി കണ്ടോ, ഈ കമ്പി ഞാൻ ഇങ്ങനെ ക്രോസ് കെട്ടി, ഇവിടെ ഒന്ന് കെട്ടി, പിന്നെ ഇവിടെയും കെട്ടി കേട്ടോ. അപ്പം ഇവിടെ 3 എണ്ണം ഇതായി. പിന്നെ അതുപോലെ 3 സൈഡിലും 4 സൈഡിലും മൊത്തം ചെയ്തു. പിന്നെ അതിൻ്റെ അകത്ത് ടാപ്പ് മേടിച്ചിട്ട് വെള്ളം ഒഴിച്ചപ്പോൾ കണ്ടോ, നമുക്ക് അത്യാവശ്യം ഒരു കുളമായി. നമുക്കിപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാകാം കേട്ടോ. വീട്ടിലിപ്പോൾ എല്ലാവർക്കും എന്തായാലും ഒരു പഴയ കെട്ടിലില്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമ്മളിന്നത് ഗപ്പി അതുപോലത്തുള്ള വളർത്തുമീനൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ടാലും സൂപ്പറാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എന്തായാലും ഈ 2 മീനൊക്കെ നമുക്ക് പിടിക്കാം. ഉമ്മാർ മഴക്കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മാർ കുറച്ചൊന്ന് മെലിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. നേരത്തെ ഇതിലും കുറച്ച് തടിയുള്ളതായിട്ടാണ് തോന്നുന്നത്. ഉമ്മാരിപ്പോൾ ഇതിൻ്റെ അകത്ത് 2 എണ്ണം കിടപ്പുണ്ട്. ഇനിയിപ്പോൾ 2 എണ്ണത്തിനും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ വെള്ളം നിറച്ചിട്ട് ഉമ്മാരെ അതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതി. ഇതുണ്ട് അവൻ്റെ നെറ്റ് തലയുടെ മുകളിൽ കണ്ടോ ഒരു പോറൽ. എൻ്റെ കൈ കൊണ്ട് നഖം കൊണ്ടാണ് കേട്ടോ. ആ മീൻ അവിടെ തന്നെ പോയി കിടക്കുകയാണ്. നമ്മൾ പിടിക്കാൻ തന്നെ ഓർത്തിട്ടായിരിക്കും തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് നീങ്ങുന്നേ ഇല്ല, നീങ്ങി വരുന്നുണ്ടേ. ഇവനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഗൈസ് കിട്ടിയില്ല കേട്ടോ. വാടാ സമയമില്ല. മേത്തൊന്നും ഒരു തുള്ളി വെള്ളം പോലും തെറിച്ചിട്ടില്ല. നമ്മളങ്ങനെയൊക്കെ നോക്കിയേ പിടിക്കുള്ളൂ കണ്ടോ. നമ്മൾ അടിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ മാറും. പക്ഷെ ഉണ്ടോ, നമ്മൾ എന്ത് ചെയ്താലും അവസാനത്തേനാണ് കുറച്ച് പാട്. ആദ്യത്തെ 3 എണ്ണമൊക്കെ അടിപൊളിയായിട്ട് കിട്ടി. ഇതാ നമുക്ക് ഇന്നലെ അവിടെ വന്ന് പടയ്ക്കുന്നുണ്ട് കേട്ടോ. കേട്ടോ ഇവൻ പിന്നെ അവിടെ തന്നെ പോയി നിന്ന്. വാടാ ഇവിടെ. ഈ ചെറുതാണ് കേട്ടോ. ഇവൻ ചെറുതാണേലും ഇവൻ എന്തൊരു ഇതാണ് നോക്കിക്കോണേ. ഭയങ്കര വിരിവിരിപ്പാണ്. അവനെ കിട്ടുന്നേ ഇല്ല കേട്ടോ. നമ്മൾ എത്ര ഇത് നോക്കി. കണ്ട കയ്യിൽ കൊണ്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് കയ്യിൽ മുള്ളു കൊണ്ടെന്ന്. ചെറുതായിട്ടും തട്ടിയേ ഉള്ളൂ. വിചാരിച്ചതല്ല കേട്ടോ. സൈഡിലൊരു മുള്ളുണ്ട്. നീ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവൻ നമ്മളെ ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ പോയി വല എടുക്കണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരെണ്ണത്തിന് ഇതിൻ്റെ അകത്ത് തന്നെ ഇടാം. എന്നിട്ട് പിന്നെ വേറെ എന്തായാലും ഇപ്പോൾ നമ്മൾ എന്തായാലും എല്ലാത്തിനും പിടിച്ചിട്ട് ഇതാക്കില്ലല്ലോ. അത് നോക്ക് ഇവർ കിടക്കും നോക്ക്. ഒരെണ്ണത്തിന് ഇതിൻ്റെ അകത്ത് തന്നെ ഇടാം. എന്നിട്ട് പിന്നെ വേറെ വെള്ളം നിറച്ചിട്ട് പിന്നെ വേണമെങ്കിൽ 2 എണ്ണത്തിനെ എടുത്ത് മാറ്റിയിട്ട് ബാക്കി എല്ലാത്തിനും കൂടി ഇടാം. ഇപ്പം എന്തായാലും ഞാൻ മോട്ടർ ഓൺ ആക്കിയിട്ട് വെള്ളം നിറയ്ക്കാൻ പോവാണ്. മോട്ടർ ഇട്ടോ? കഴിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മൾ മോട്ടർ കേട്ടോ. പക്ഷെ മോട്ടർ ഒരുപാട് നാളായിട്ട് അതുണ്ടോ ഒരു മൂടലുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ കറക്കി വിടണം, ഇല്ലാതെ കറങ്ങുന്നത്. നമ്മളൊക്കെ ഹൈടെക് മോട്ടറാണ്. ഇപ്പോൾ വെള്ളം താഴ്ന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ മോട്ടർ മാറ്റണം കേട്ടോ. വെള്ളം വന്നിട്ടുണ്ടാവുമായിരിക്കും. കണ്ടോ മോട്ടറിന് പവറില്ല, അതുകൊണ്ട് നമ്മുടെ ഒന്നിച്ചാണ് കേട്ടോ വെള്ളവും വന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് വെള്ളം പിടിക്കാം. നമ്മുടെ 2 എണ്ണത്തിന് നമുക്ക് പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഗൈസ് ചൂടില്ല, തണുത്ത വെള്ളമാണ് കേട്ടോ. കുഴപ്പമില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ കുളം ക്ലീനിങ് കഴിഞ്ഞ കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും മീനുണ്ട്. അപ്പം പിന്നെ മീന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നാളെ എങ്ങാനും ഇതിൻ്റെ അതിന് 2 എണ്ണത്തിനെ പിടിച്ചിട്ട് നമുക്ക് എന്തായാലും ചെയ്യാം. അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമ്മൾ മീൻ രാവിലെ മേടിച്ച് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത് എന്നാൽ പിന്നെ ഈ കുളം അങ്ങ് ക്ലീൻ ആക്കാമെന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ കിടന്ന് ഭയങ്കര ചാട്ടമായിരുന്നു കേട്ടോ. നല്ല ചാട്ടമായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ കുളം അങ്ങ് ക്ലീൻ ആക്കിയേക്കാം. അങ്ങനെ ക്ലീൻ ആക്കിയതാണ് കേട്ടോ. നമ്മൾ സിലോപ്പി കണ്ടോ. ഇവന്മാർ നോക്ക് മഴ പെയ്തപ്പോൾ ഫുള്ളായിട്ട് മോളി വന്ന് നിൽക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഇല്ല കേട്ടോ. നമ്മളിത് ഈ സാധനത്തിൻ്റെ ഇത്രയും താത്തുള്ളൂ കേട്ടോ. പക്ഷേ ഇത് നോക്ക് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ വിണ്ട് വരുന്നുണ്ട് കേട്ടോ ഓരോ ആഴ്ചയിൽ. ഇതിപ്പോൾ ഒരു നമ്മൾ പണിതിട്ട് ഒരു 10-800 ദിവസമായിട്ടുണ്ടാവും. ഇത്ര ആയിട്ടുള്ളൂ.
മീൻ അവിടെയൊക്കെ പൊങ്ങി നിൽപ്പുണ്ട്. നമ്മളെ കണ്ടിട്ടാണ് ഒന്നും വരെ താഴെ വന്നത്. ഗൈസ് പിന്നെ ഈ പായലും ഉണ്ടാവും, നോക്കുന്നുണ്ടാവും. ഈ സാധനം പെട്ടെന്ന് ഇനിയിപ്പോൾ നാളെ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡബിൾ ആയിട്ടുണ്ടാവും. അതുപോലെയാണ് ഈ പായൽ വരുന്നത്. ഗൈസ് വെള്ളം അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ മീനെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇതിൻ്റെ നിന്ന് ഉമ്മമാരെ പിടിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകില്ലായിരിക്കും അല്ലേ. പടച്ചാൽ എല്ലാ അമ്മമാർക്കും പരിക്ക് പറ്റും, അതാണ് പ്രശ്നം. എന്നാലും വരെ വെള്ളം നമുക്ക് കുറച്ചായി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് വിടാം, അതായിരിക്കും നല്ലത്. കേസ് ഞാൻ ആദ്യമാണെങ്കിൽ ഈ കുളമാണ് കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കിയത്. ഈ കുളം ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ എൻ്റെ ചാനലുണ്ട്. അപ്പം താല്പര്യമോടെ പോയി കാണുക കേട്ടോ. നമ്മൾ നല്ല മറ്റേ ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. സിമെൻറ്റ് ഇങ്ങനെ ചാക്ക്, ഇങ്ങനെ സിമെൻറ്റ് ചാക്കല്ല, നമ്മുടെ സാധാരണ ചാക്കില്ലേ, ഏതാ ചാക്ക്, നൂൽച്ചാക്ക് കൊണ്ടുള്ള ചാക്കില്ലേ, ആ ചാക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ കമ്പി ഇങ്ങനെ സൈഡിൽ കൂടെ കുത്തിയിട്ട് ചാക്ക് ഇങ്ങനെ നാട്ടിയിട്ട് സിമെൻറ്റ് ചാറ് കോരി ഒഴിച്ചിട്ട് പിന്നെ അതിൽ മണലും സിമെൻറ്റും കൂടെ ഒക്കെ ഇട്ട് പരിക്കനൊക്കെ തേച്ചിട്ടാണ് കേട്ടോ ഈ സാധനം ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഞാൻ വിചാരിച്ച ഒരു കൊല്ലം കഴിയുമ്പോൾ പൊളിഞ്ഞു പോകുന്നതാണ്, പക്ഷേ പൊളിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്, കണ്ടില്ലേ. പിന്നെ ഫുള്ളായിട്ട് വെള്ളം നിർത്തിയിട്ടില്ല കേട്ടോ. ഫുള്ളായിട്ട് വെള്ളം നിർത്താനൊരു പേടിയുണ്ട്, എന്ന് വെച്ചാൽ അത്രയും ഇത് വരുമല്ലോ. പിന്നെ അടിയിലേക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല, കുഴിയൊന്നുമില്ല കേട്ടോ. അടിയിലേക്കൊന്നുമില്ല. അതായത് ഈ തറയില്ലേ, ഈ തറയുടെ ഇത്രയും കണ്ടോ, ഇത്ര ഹൈറ്റ് തന്നെ ഉള്ളൂ. നമ്മുടെ ഒരു അരയപ്പം ഹൈറ്റേ ഉള്ളൂ. ഗൈസ് പിന്നെ പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പം മോട്ടർ അടിക്കുന്നത് നമ്മൾ ഡാമിലെ വെള്ളത്തിൽ നിന്നാണ് അടിക്കുന്നത്. അപ്പം വെള്ളം കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇപ്പം ഈ വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കിതാ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഇതിനുണ്ട് നമുക്ക് ഒരാൾ താഴ്ചയിലുള്ള ഒരു കിണറുണ്ട്. കിണറെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കുഴി. അതാണ്, അതിൽ നിന്നാണ് കേട്ടോ നമ്മൾ പിന്നെ നല്ല വെള്ളമൊക്കെ എടുക്കുന്നത്. നല്ല വെള്ളമാണ്, സാധാ കിണറ്റിലെ വെള്ളം പോലെ തന്നെ ഇരിക്കും. അപ്പം ഇപ്പം നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ വേറെ സ്ഥലത്തു നിന്ന് എടുക്കുന്നത്. നമ്മുടെ ബാക്കിയുള്ള ആവശ്യത്തിനൊക്കെ ഈ വെള്ളം തന്നെ എടുക്കും. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പർ, നല്ല തെളിഞ്ഞ വെള്ളമാണ് കണ്ടോ. നോക്കാം, നല്ല അടിപൊളി വെള്ളമാണ്. ഇതിലങ്ങനെ വേസ്റ്റും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ അധികം വീട്ടുകാരൊന്നും അങ്ങനെ ഇല്ല, ഒരു 10-12 അവിടെയൊക്കെ കണ്ടോ, അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കുള്ള വീടേ ഉള്ളൂ. പിന്നെ അങ്ങനെ വേറെ വീട്ടുകാരൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. അതുകൊണ്ട് വേസ്റ്റൊന്നും അങ്ങനെ ഇല്ല ഈ വെള്ളത്തിലൊന്നും. നമ്മൾ ഈ വെള്ളമാണ് എടുക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ കിണർ കഴിയുമ്പം കിണറിൻ്റെ അകത്ത് ഉണ്ടാകും കേട്ടോ, ചിലപ്പോൾ മീനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കിണറിൽ മീനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും കിണർ വറ്റിക്കാൻ നേരത്തെ ചിലപ്പോൾ കഴിഞ്ഞല്ലാന്ന് തോന്നുന്നു, ബ്രാലി കിട്ടിയെന്ന് തോന്നുന്നു, അതോ പൊടിയാണെന്ന് അറിയില്ല കേട്ടോ. പൊടിമീനെങ്ങാണ്ടാന്ന് തോന്നുന്നു. ഒന്ന് വറക്കാനുള്ള മീനുണ്ടായിരുന്നു കേട്ടോ ആ കുഴിക്കകത്ത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും വെള്ളം ഇറങ്ങിക്കുമ്പോൾ അതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൈസ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. കൈസ് ഇപ്പോൾ വെള്ളം അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ മീനെ പിടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കാലേ. പയ്യെ ഓരോന്നിനും പിടിച്ചിടാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതുപോലെ മൊത്തത്തിൽ കുടഞ്ഞിട്ട് ആ ഒരു സുഖമില്ല. നമുക്ക് പിടിക്കുമ്പോൾ എനിക്ക് മീനെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പിടിച്ചിടണം കണ്ട, ഇങ്ങനെ പതിയെ പിടിക്കണം. നോക്ക് കണ്ട ഗൈസ്, ഇത് കണ്ട ഇമാരെ സൈഡിൽ ഗൈസ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കണ്ട സംഭവം. കണ്ട ഈ സൈഡിൽ കണ്ടോ ഒരു മുള്ള്, കണ്ട ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ. ഇതിന് നല്ല ബലമാണ് കേട്ടോ. ആ സാധനം വെച്ച് നമ്മുടെ കൈക്കിടൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ സാധനം ശരിക്കും നല്ലപോലെ പിടച്ചാൽ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ ഇതാണ്ട് ഇവരിങ്ങനെ ഇവിടെ കൂട്ടിയാണ് സാധാരണ പിടിക്കാറ്, ഇങ്ങനെ ലോക്കിട്ട് പിടിക്കും കണ്ട. അപ്പോൾ പിടച്ചാൽ എൻ്റെ കൈ കീറും. പക്ഷെ ഇവരങ്ങനെ പിടക്കില്ല കേട്ടോ. എന്നിട്ട് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒറ്റയിടല്. ഗൈസ് അപ്പോൾ അവന് സന്തോഷമായി കാണും കേട്ടോ, ഭയങ്കര സന്തോഷമായി കാണും. ഗൈസ് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എത്ര എണ്ണം ഉണ്ട്? ഇനി 5 എണ്ണം അല്ല കേട്ടോ, 4 ഉള്ളൂ. നമുക്ക് 2 എണ്ണത്തിന് ഇതിൻ്റെ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. അവർ ചെറുതും ഒരു വലുതും. നമ്മൾ ഒരുപാടൊന്നും വെള്ളം നിർത്തില്ല കേട്ടോ, അത് അത്രയും വെള്ളം നിർത്തുള്ളൂ. നമുക്ക് എന്തായാലും ഉമ്മാരെ കൂടെ പിടിച്ചങ്ങോട്ട് ഇട്ടേക്കാട്ടോ. ഇത് കണ്ടോ ഉമ്മാരെ പുറത്ത് കണ്ടോ ഇങ്ങനെ വെള്ളം കുത്തു പോലെ വരുന്നുണ്ടേ. എന്താണെന്നറിയില്ല, ഇതിങ്ങനെ ഹോമോൺ. നമ്മുടെ മറ്റേ ഇത് മീനല്ലല്ലോ, ഇത് ശരിക്കും മീനെന്ന് പറയാൻ പറ്റില്ല. ഇത് മറ്റേ ഇതാണ്. എന്താ പിള്ളേരാണ്. എന്തായാലും നമുക്ക് ഉമ്മാരെ കൂടെ പിടിച്ചേക്കാട്ടോ. എന്താ ഈ ചെറുത് കണ്ട, ഈ മീനൊന്നും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ നല്ല സൂപ്പർ സാധനമാണ്, ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ സാധനം നല്ല ശരിക്ക്
വിടുന്നതിന് മുമ്പ് അവൻ പടച്ച് തെറിപ്പിച്ചിട്ടാ. എൻ്റെ മുഖത്ത് ചെറുതായിട്ടൊന്നും തോന്നുന്നു. ഗൈസ് നമ്മൾ ഇമ്മാരെ ഉണ്ടല്ലോ ശരിക്കും കറി വെച്ചാൽ ഒരു ടേസ്റ്റ് ഇല്ല. ഇമ്മാരെ തൊലി പൊളിച്ചിട്ട് നല്ല ചെറിയ ചെറിയ കഷ്ണമില്ലേ, ഇതുപോലെ കഷ്ണം ഇത്രയും കനത്തിൽ മുറിക്കണം. നല്ല മുറിച്ച് നല്ല കുരുമുളകും നല്ല മസാലയൊക്കെ പുരട്ടി ഉണ്ടല്ലോ മര വെക്കണം. കുറച്ച് നേരം വെക്കണം. ഇത് അടുത്തന്നെ കൂടി ഇട്ടു കേട്ടോ. ഓട്ടോ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് വറക്കണം. എന്താ ടേസ്റ്റ് എന്നറിയോ? നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും പറയും. പക്ഷെ പണ്ട് ഈ മീനിന് അത്രയും ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഒരു 5 കൊല്ലം മുമ്പ് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഒട്ടും ടേസ്റ്റ് ഇല്ല. വെറും ഒരു നെയ്യുടെ ഒരു കട്ടില്ലേ, ആ ചൊവയാണ്. വേറെ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ മീൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കറി വെച്ചാൽ കൊള്ളില്ല കേട്ടോ. നമ്മൾ കറി വെച്ചാൽ കൊള്ളില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ കറി വെച്ച് നോക്കിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇറച്ചിക്ക് അത്ര ഉറപ്പില്ല. അതുകൊണ്ട് കറി വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. വറുത്താലാണ് ടേസ്റ്റ്. ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഒരു 10-30 ഉണ്ടായിരുന്നു കേട്ടോ. 30-35 ഉണ്ടായിരുന്നു. ഒരു 5-6 ഇവിടെ മീൻ പിടിക്കാൻ വന്നവർ പിടിച്ചുകൊണ്ട് പോയി. ഡാമിൽ മീൻ പിടിക്കാൻ വന്നവർ മോഷ്ടിച്ചുകൊണ്ട് പോയി. അവന്മാർ പിന്നെ പോട്ടേന്ന് നമ്മൾ വിചാരിച്ച് പോയി തിന്നട്ടെ. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ നമ്മുടെ പരിചയക്കാർക്കൊക്കെ 2 കൊടുത്തു, വറക്കാനൊക്കെ കൊടുത്തു. പിന്നെ നമ്മളിടയ്ക്ക് ഓരോന്നും പിടിച്ച് വറുത്തു. പിന്നെ ഇപ്പം ഇതിനകത്ത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ പിന്നെ കാണാൻ രസത്തിന് ഇങ്ങനെ ഇട്ടേക്കാണ്. ഇത്ര വലിയ മീനൊക്കെ ആകുമ്പോൾ കാണാൻ നല്ല രസമല്ലേ, ആ ഒരു ഇതിലിട്ടതാണ്. പിന്നെ ഇടയ്ക്കൊന്നും ഒന്നും പറ്റിയില്ല. ഇടയ്ക്കൊന്നും പിടിക്കുകയും ഈ വെള്ളം വറ്റിച്ച് മരപടച്ചിലും ഇതൊക്കെ ഒന്ന് കാണാൻ നല്ല രസമാണ്. പക്ഷെ അത് മീനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. എല്ലാവർക്കും അങ്ങനെ മനസ്സിലാവില്ല. ചിലർ വിചാരിക്കും ഇവനെന്ത് പ്രാന്താണോ മീനെ ചുമ്മാ ഇങ്ങനെ ഇട്ട് വളർത്തുന്നതൊക്കെ വിചാരിക്കും. ഓരോരുത്തർക്ക് ഓരോ പാഷനാണല്ലോ. എന്ന് വെച്ചാൽ ഓരോ ഹോബി ഉണ്ടാവും. അതാണ് സംഭവം. എനിക്കിങ്ങനെ മീനായിട്ട് ഭയങ്കര ഹോബിയാണ്, പണ്ട് തൊട്ടേ ഉള്ള ഹോബിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെമ്മാരെ പിടിച്ചിടാൻ പോവാണ്. കണ്ട ഈ ഒരുത്തനും കൂടെ ഇട്ടാൽ കഴിഞ്ഞ പരിപാടി. കണ്ട ഇനി ഒരുത്തനും കൂടെ ഉണ്ട് ഗൈസ്. വെള്ളം അപ്പോഴത്തേക്ക് ഇത്ര ആയി കേട്ടോ. നമ്മളൊരു പൊടിക്കും കൂടെ വെള്ളം നിർത്തും. നല്ല വെള്ളം നിറച്ചാക്കാൻ നിന്നാൽ നമ്മൾക്ക് ചാടാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. ചാടി പോയാൽ പിന്നെ നോക്കണ്ട ഗൈസ്. ഇവന്മാർ ഒരു ദിവസം വരെ ഒരു കുഴപ്പമില്ലാതെ ചുമ്മാ കിടക്കും കേട്ടോ. അതെന്ന് വെച്ചാൽ എഴഞ്ഞെഴഞ്ഞ് പോകുന്നെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് എത്ര പോകാൻ പറ്റും അത്ര ഇവന്മാർ പോവും. ഒരു 99% 100% ജീവനുണ്ടെങ്കിലും ഇവന്മാർ പിടിച്ചു നിൽക്കും കേട്ടോ. അത്രയ്ക്ക് ജീവൻ നിൽക്കാനുള്ള കഴിവുള്ളൊരു മീനാണ്. വേറെ മീൻ ഏതാണെന്ന് വെച്ചാൽ വരാല് ചൊടിയൻ എന്നൊക്കെ പറയും. ആ സാധനം അതെ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഇതിൻ്റെ സൈഡിൽ കൂടെ ചെന്നപ്പോൾ ഒരു വരാലിനെ കിട്ടി. അതിനെ ഞാനിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് ചത്തിട്ട് വെട്ടാന്ന് കരുതിയിട്ട് വെച്ചിട്ട് എത്ര സമയമായിട്ടും ചാവുന്നില്ല. ഒരു വൈകുന്നേരം 5 മണിക്ക് കിട്ടിയതാണ്. ചാവുന്നേ ഇല്ല. പിന്നെ തല്ലി കൊല്ലാൻ ഒരു മടി, അതുകൊണ്ട് അങ്ങനെ വെച്ചു. എന്നിട്ട് അന്നേരം ഫ്രീസറി വെച്ചാലെന്ന് വെച്ചപ്പോഴത്തേക്ക് ഈ സാധനം ചാകുന്നില്ല. പിന്നെ ചാകാതെ എങ്ങനെ ഫ്രീസറി വെക്കുന്നതെന്ന് വിചാരിച്ച് ഒരു കാര്യം ചെയ്തു. നമ്മളിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ രാത്രിയല്ലേ, തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ട് ഒരു പാത്രം വെച്ച് മൂടി വെച്ചു. എന്നിട്ട് ഈ സാധനം രാവിലെ നമ്മൾ തുറക്കുമ്പോൾ രാവിലെ ഈ സാധനത്തിന് ജീവനുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ സാധനം ചത്തത് കേട്ടോ. അപ്പോൾ കൈസ് അമ്മ വെള്ളം നിർത്തിക്കോ കൈസ്. ഇപ്പം വെള്ളം എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വെള്ളം നിർത്താം. പിന്നെ ഒരു മീനൂടെ ഉണ്ട് കേട്ടോ. ഈ മീനും കൂടെ ഇട്ടാൽ പിന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. കൈസ് ഇതിൻ്റെ ഒരു കൊമ്പ് അവിടെ കാണാനില്ല. ഓ കൈസ് ഇവനൊരു കൊമ്പില്ല. ഓ അത് കൊള്ളാലോ. നോക്ക് ഈ സൈഡ് കണ്ടോ, ഈ സൈഡിലൊരു കൊമ്പുണ്ടേ. ഇപ്പുറത്ത് കണ്ടോ, ഇപ്പുറത്ത് കൊമ്പില്ല. ഓ ഗൈസ് ഇവൻ പാവം വികലാംഗനാണ് കേട്ടോ. അയ്യോ വികലാംഗനാണ് ഗൈസ്. ഇവനെയും കൂടെ എടുത്തിട്ടാ കണ്ട, ഒരു കൊമ്പില്ലാത്ത മീനാണ് ഗൈസ്. നമ്മളിതാ ഇവനെയും കൂടെ എടുത്തിട്ട് കണ്ട ഇവന്മാർക്ക് ഇതായിട്ടുണ്ടാകും. വെള്ളമൊക്കെ അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് വെള്ളമാണെങ്കിൽ ഒരുപാട് നല്ല കണ്ണീര് പോലെ ആക്കുന്ന ഇവന്മാർക്ക് ഇഷ്ടമല്ല കേട്ടോ. കണ്ണീര് പോലെ ആക്കിയാൽ ഇവന്മാർ 2 ദിവസത്തേക്ക് തീറ്റ എടുക്കില്ല. നമ്മൾ എന്തിട്ട് കൊടുത്താലും എടുക്കില്ല. അത് ഈ മീനിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം നടപ്പുണ്ട്, നല്ല സുഖമായിട്ട് നടപ്പുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കണം. ഓ ഗൈസ് നോക്കാം, പുതിയ വെള്ളം കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര ആവേശമാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ലെങ്ത് കൂടുതലാണ് ഗൈസ്. അപ്പോൾ കാണാൻ പറ്റുന്നത്രയൊക്കെ കാണുക, സഹകരിക്കുക. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാം കേട്ടോ.